ചിന്തിക്കുകയാണ്, ആ കല്യാണം ഉറപ്പിച്ച പയ്യനുണ്ടല്ലോ അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവക്ക് മറ്റൊരാളുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവക്ക് എന്നോടത്ത് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഈ പെണ്ണ് കാണാൻ വന്ന സമയത്തെങ്കിലും ഇവക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്നെ വെറുതെ ഒരു കോമാളിയാക്കിയില്ലേ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുജീബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് ഗൾഫിലാണ് ജോലി. നാട്ടിൽ ലീവിന് വന്നപ്പം അവൻ വന്നതിന്റെ 3-ാം നാൾ തന്നെ അവൻ പുതിയ കൂളിംഗ് ഗ്ലാസും പാന്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങിയിട്ട് അവന്റെ അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കുറച്ച് അകലെയുള്ള അമ്മായിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മായിയുടെ വീട്ടിൽ പോകുന്നതിന് ഇവനിക്ക് ചില പല ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഗൾഫിൽ നിൽക്കുമ്പോഴായാലും നാട്ടിൽ വന്നിട്ടായാലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആയിട്ട് ഇവന്റെ ഉമ്മായും മറ്റുള്ളവരും ഒക്കെ പറയുന്നുണ്ട് അമ്മായിയുടെ മോള് മെഹറൂനെ ഇവനെ ഈ മുജീബിന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമാണ് ഇവന്റെ ഉമ്മായിക്കുള്ളത്. പക്ഷേ എന്താ ഇവനിക്ക് ഇവൻ പണ്ട് പോയ സമയത്ത് കണ്ടതാണ്. ഇവൻ 2 കൊല്ലം മുന്നേ ഗൾഫിൽ പോകുന്ന സമയത്താണ് ഈ മെഹറൂനെ കണ്ടത്. അപ്പൊ ഇപ്പൊ അമ്മായിയുടെ വീട്ടിൽ ചെന്ന മെഹറൂനെ ഒന്ന് കാണാം എന്നൊക്കെ കരുതിയിട്ട് മെഹറൂനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോവുക. പുതിയ കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ചിട്ട് ഇവൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ ഇവൻ അമ്മായിയുടെ വീട്ടിൽ ചെന്നു. അമ്മായിയുടെ വീട്ടിൽ ചെന്നപ്പം ഉമ്മറത്ത് അമ്മായിയുടെ മോള് മെഹറു, ഉമ്മ, അർമു, വല്യമ്മ എല്ലാരും ഇങ്ങനെ ഉമ്മറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇവനെ കണ്ട ഉടനെ എല്ലാവർക്കും നല്ല സന്തോഷമായി. പെട്ടെന്ന് എല്ലാരും ചാടി എഴുന്നേറ്റ് ഇവനെ ആനയിച്ച് ഭയങ്കര സ്വീകരിച്ച് ഇരുത്തി. പക്ഷെ ഈ മെഹറു ആണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ഒരുപാടൊന്നും. അമ്മായി ആണെങ്കിൽ വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മെഹറു ആണെങ്കിൽ അകത്തേക്ക് ഓടിപ്പോയെങ്കിലും മെഹറുവിനെ ഇവൻ കണ്ടു. ഫോൺ വിളിക്കുമ്പോഴൊക്കെ അമ്മായിയുടെ വിശേഷങ്ങൾ തിരക്കുമ്പോഴെല്ലാം മെഹറുവിന്റെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അമ്മായിയുടെ വീട്ടിലോട്ട് ഇവൻ ഇറങ്ങാൻ നേരത്ത് ഉമ്മ പറയുന്നുണ്ടായിരുന്നു, മെഹറു നല്ല കുട്ടിയാണ്, കാണാൻ സുന്ദരിയാണ് എന്നൊക്കെ ഇവനോട് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും കണ്ടപ്പോ അവനിക്കും ഇഷ്ടപ്പെട്ടു. ഇവളാണെങ്കിൽ അകത്തേക്ക് പോയി. അങ്ങനെ അമ്മായി ആണെങ്കിൽ ഇവനോട് വാതോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ അമ്മായി അകത്തേക്ക് പോയി ഇവനിക്ക് വേണ്ട ചായയും പലഹാരവും ഒക്കെ കൊണ്ടു കൊടുത്ത്. ഈ മെഹറു ആണെങ്കിൽ അകത്ത് പോയി അണിഞ്ഞൊരുങ്ങി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നിട്ട് ഇവനോട് ചോദിക്കുവാണ്, ഇക്ക എപ്പോഴാ വന്നത്, എത്ര മാസം ലീവ് ഉണ്ട്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് തിരക്കിയതിന് ശേഷം അവൾ അകത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഉമ്മ ഞാൻ പോകുവാണ്, എനിക്ക് കോളേജിൽ പോകണം, ഞാൻ പോകുവാണ് എന്നും പറഞ്ഞിട്ട് ഇവൾ അങ്ങ് ഇറങ്ങിപ്പോയി. ശരിക്കും ഇവനിക്കൊരു ഷോക്കായി പോയി. ഇവൻ എന്തൊക്കെയോ ഇവളോട് സംസാരിക്കണം, പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ വന്നത്. ഇവളുടെ പെട്ടെന്നുള്ള ധൃതിക്കുള്ള പോക്ക് കണ്ടപ്പോഴത്തേന് ഇവനിക്ക് പറയാനുള്ളതെല്ലാം ഇവൻ അങ്ങ് മറന്നും പോയി. ഇവനിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. കാരണം അത്രയ്ക്ക് ധൃതിയിലാണ് ഇവള് കോളേജിൽ പോകുന്നെന്നും പറഞ്ഞിട്ട് അങ്ങ് പോയത്. അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് യാത്രയായി. വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, എനിക്ക് മെഹറൂനെ ഇഷ്ടമായിമ്മ, കല്യാണക്കാരി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉമ്മ ആണെങ്കിൽ വാപ്പയോട് പറഞ്ഞു. വാപ്പയാണെങ്കിൽ അമ്മായിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലെ കല്യാണക്കാരിയൊക്കെ ഫിക്സ് ചെയ്യാം എന്ന്. അപ്പം പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ചിട്ട് പറയാം എന്ന് ഈ അമ്മായി പറഞ്ഞു. ശരിക്കും 2 ദിവസം എടുത്ത് അവര് തിരിച്ചു മറുപടി പറയും. ഈ 2 ദിവസത്തിനിടയ്ക്ക് 2 ദിവസം ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് ഇവനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി അവർക്ക് ഇഷ്ടപ്പെടായ്ക വല്ലതും ഉണ്ടോ, മെഹറൂന് ഇഷ്ടമാവാതെ വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായി ഇവനിക്ക്. ഇവന്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ കല്യാണം നടക്കത്തില്ലായിരിക്കും. ഈ 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോ എനിക്കൊരു തോന്നല് ഈ കല്യാണം നടക്കത്തില്ലായിരിക്കും എന്നൊക്കെയുള്ളൊരു തികട്ടല് എനിക്ക്. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് അമ്മായി വിളിച്ചിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഈ കല്യാണത്തിന് 100 വട്ടം സമ്മതമെന്ന്. അപ്പോഴേക്ക് ഇവനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും അവനിക്ക് ഇഷ്ടമായിരുന്നു ആ പെണ്ണിനെ കെട്ടണമെന്നൊക്കെ നല്ല ആഗ്രഹം. അപ്പൊ അമ്മായിയുടെ മോളാണെങ്കിലും ചില ഔദ്യോഗികമായിട്ടുള്ള ഒരു പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്തണമല്ലോ. അങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെ ഇവര് കുറെ സ്വർണ്ണമൊക്കെ വാങ്ങി. അവളുടെ ഉപ്പ ഗൾഫിലാണ്, അയാള് നാട്ടിൽ വന്ന് അങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഇവര് പോവുകയാണ്. അവിടെ ചെന്നപ്പം നിങ്ങൾ രണ്ടാളും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നിൽക്കെന്നും പറഞ്ഞിട്ട് മെഹർ നിൽക്കുന്ന റൂമിലേക്ക് ഇവനെ വിടുകയാണ് അമ്മായി. അവിടെ ചെന്നിട്ട് ഇവർക്ക് തമ്മിൽ പരസ്പരം പേരറിയാം, ചെറുപ്പം മുതലേ കാണുന്നവരാണ്, പഠിക്കുന്നതറിയാം, പിന്നെ എന്താണ് പുതിയതായിട്ട് ചോദിക്കാൻ എന്നുള്ളൊരു ചിന്തയില് രണ്ടാളും ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളാണെങ്കിൽ മുഖം താഴ്ത്തിയിട്ട് ഇങ്ങനെ ഒന്നും അനങ്ങാതെ നിൽക്കുകയാണ്.
എങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇവൻ ചോദിച്ചു, മെഹറുവിന് എന്നെ ഇഷ്ടമാണോ, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് അവന്റെ മുഖത്തോട്ട് നോക്കുന്ന കൂടിയില്ല, ഇങ്ങനെ താഴത്തോട്ട് നോക്കി തന്നെ നിന്നിട്ട് ഒരു മൂളക്കം. അപ്പോഴേക്ക് ഈ അമ്മായി ഓടിക്കൊണ്ട് വന്ന്, നിങ്ങളുടെ കൊച്ചു വർത്താനമൊക്കെ പിന്നീടാവാം, ഇത്രയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി വന്ന് ഇടയ്ക്കും കയറി. പെട്ടെന്ന് തന്നെ ഇവന്റെ ഉമ്മ വന്നിട്ട് അവൾക്കൊരു വളയും ഇട്ട് ഒരു മോതിരവും ഇട്ട് കൊടുത്ത്. അങ്ങനെ സൽക്കാരമൊക്കെ കഴിഞ്ഞ് അവര് നല്ല രീതിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ ചെന്നെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവനിക്ക് യാതൊരു സന്തോഷവും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഫോണും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഈ പെണ്ണ് കാണാൻ പോയപ്പോ ഒരു ഫോണും കൂടി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴെല്ലാം അവൾക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ പഠിക്കാനുണ്ട്, അങ്ങനെ കുറെ എക്സ്ക്യൂസുകളൊക്കെ പറഞ്ഞിട്ട് ഇവള് ഫോൺ അങ്ങ് അവോയ്ഡ് ചെയ്യുവാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇവനിക്ക് സന്തോഷത്തെക്കാൾ കൂടുതൽ ടെൻഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മെഹറു ഫോൺ എടുക്കില്ല, വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അവൾ പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ഇവനെ ഒഴിവാക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരം. അപ്പോഴേക്കും ഇവനിക്ക് എന്തൊക്കെയോ ഒരു രീതി, മനസ്സിനൊരു സന്തോഷമില്ലായ്മ വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 8 മണിയൊക്കെ ആയപ്പം മെഹറുവിന്റെ വാപ്പ വിളിച്ചിട്ട് പറയാണ്, മോനെ ഇതുവരേക്ക് മെഹറു വീട്ടിൽ വന്നിട്ടില്ല. സാധാരണ 6 മണിയൊക്കെ ആവുമ്പം വീട്ടിൽ വരുന്നതാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്ന് 8 മണിയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല. കൂട്ടുകാരികളുടെ ഒക്കെ വീട്ടുകളിൽ വിളിച്ചു ചോദിച്ചു, അവർക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ പറഞ്ഞു, വാപ്പ വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ ഉമ്മയോട് യാത്രയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവൻ അമ്മായിയുടെ വീട്ടിൽ ചെന്ന്. അവിടെ ചെന്നപ്പോ ശരിക്കും അമ്മായിയും വാപ്പയും എല്ലാം ശരിക്കും വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് തിരക്കാവുന്നിടത്തെല്ലാം തിരക്കി. ഒരറിവുമില്ല, ആർക്കും ഒന്നും അറിയാൻ വയ്യ. പിറ്റേ ദിവസം ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും ഇവൾ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഇവളൊരുത്തനുമായിട്ട് സ്നേഹമായിരുന്നു. അവന്റെ കൂടെ ഇവള് അങ്ങ് പോയി. അവള് മറ്റൊരുത്തന്റെ കൂടെ പോയി എന്നറിഞ്ഞിട്ടും അവനിക്ക് വലിയ ഒരിതൊന്നും വന്നില്ല, ഷോക്കൊന്നും വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഫോൺ വിളിക്കുമ്പോഴെല്ലാം അവൾക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം ഇവനിക്ക് അറിയാം. അതുകൊണ്ട് അവനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇതായില്ല. എങ്കിലും അവന്റെ ഉള്ളൊന്ന് പെടഞ്ഞു, ശരിക്കും വിഷമം ഉണ്ടായി. അപ്പൊ അവനിങ്ങനെ ചിന്തിക്കായിരിക്കും, ആ മാതാപിതാക്കള് അവന്റെ അമ്മായിയുടെയും ആ വാപ്പാടെയൊക്കെ കാര്യം അവനിങ്ങനെ ചിന്തിക്കുകയാണ്, അവർക്ക് എന്ത് വേദനയുണ്ടാവും എന്നുള്ളത്. അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് ആ കൊണ്ടുപോയവനുണ്ടല്ലോ, ഇവളെ പ്രേമിച്ച് കൊണ്ടുപോയവന്റെ ഉമ്മ ഇവരെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ മോൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അവരിങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഇവിടുന്ന് വാപ്പായും ഇവനും കുറെ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നു. അവളെ കൊണ്ടുപോയെടുത്ത് ചെന്നു. അങ്ങനെ അവളാണെങ്കിൽ പെട്ടെന്ന് ഇവരെ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ് അവള്. അപ്പൊ ഇവളെ കൊണ്ടുപോയ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ ഇറങ്ങി വന്നിട്ട് പറയാണ്, ഇവളെ കൊണ്ടുപോയി കഴിഞ്ഞാല് നിങ്ങൾ വിളിച്ചാൽ ഇവള് വരുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, അല്ലാതെ ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഈ വാപ്പയോട് പറയുവാണ്. ശരിക്കും ഈ വാപ്പായ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ശരിക്കും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഈ വാപ്പ. ഈ വാപ്പ വിളിച്ചിട്ടൊന്നും അവള് വരാൻ കൂട്ടാക്കിയില്ല. അപ്പൊ അവൻ കൊണ്ടുപോയ കാമുകം പറയാണ്, ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ ഇരുന്ന് പറയാണ്. ശരിക്കും ഈ വാപ്പയ്ക്ക് സങ്കടമാണ് വന്നത്. ഇന്നലെ വരെ തന്റെ സ്വന്തം എന്ന് കരുതിയിരുന്ന മകള് ഇപ്പൊ എത്ര അവകാശികളാണ് അവക്ക് വന്നത്. ഇവനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ കല്യാണം ഉറപ്പിച്ച പയ്യനുണ്ടല്ലോ, അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവക്ക് മറ്റൊരാളുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഇവക്ക് എന്നോടത്ത് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഈ പെണ്ണ് കാണാൻ വന്ന സമയത്തെങ്കിലും ഇവക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്നെ വെറുതെ ഒരു കോമാളിയാക്കിയില്ലേ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതി സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാർ വന്ന് ഇവരെ കോടതിയിൽ കൊണ്ടുപോയി. കോടതി ചെന്നപ്പോൾ ഇവള് പറഞ്ഞു, എനിക്ക് ആ കാമുകന്റെ കൂടെ തന്നെ പോണം, ഞാൻ അവന്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഉപ്പ വളരെ സങ്കടത്തോടെ അവര് പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന്. ഇവള് കോടതിയിൽ നിന്ന് ഇറങ്ങി പോയ സമയത്ത് ഇവന്റെ കല്യാണം ഉറപ്പിച്ച പയ്യന്റെ ഉമ്മ ഒരു വളയും മോതിരം ഇട്ടു കൊടുത്തായിരുന്നല്ലോ, അവളാണെങ്കിൽ അത് തിരിച്ച് ഊരി ഇവന്റെ കയ്യിലേക്ക് കൊടുത്തു. പക്ഷെ അവനത് വാങ്ങിച്ചില്ല.
എന്തായാലും എല്ലാം നഷ്ടമല്ലേ, പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൻ അത് വാങ്ങിയില്ല. അവൾ അതുമായിട്ട് അങ്ങ് പോയി. ഇവനാണെങ്കിൽ പിന്നീട് പെണ്ണ് കാണാനൊന്നും പോയില്ല. അവൻ കുറച്ച് ലീവൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് ഇവൻ അങ്ങ് ഗൾഫിൽ കയറി പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉമ്മ വിളിക്കുന്നു. 1 വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മെഹറുവിന്റെ ഹസ്ബൻഡ് അവളെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി 2 മാസത്തോളമായി എന്നുള്ളത്. ഉമ്മ വിളിക്കുമ്പോൾ ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഇവരൊരു വാടക വീട്ടിലുമാണ്. അങ്ങനെ അവളെ ഉപേക്ഷിച്ചിട്ട് അവൻ കടന്നു കളഞ്ഞു. അങ്ങനെ ഈ വാടക വീട്ടുകാരൻ, അവര് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിന്റെ ഓണർ ആണെങ്കിൽ അടുത്തുള്ള ആൾക്കാരെ എല്ലാം അറിയിച്ച് ഇവളെ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, നാട്ടുകാരെല്ലാരും കൂടി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത്. അപ്പോഴേക്കും അമ്മായി ഒക്കെ ചെന്ന് അവൾ പ്രസവിച്ച് ഒരാൺകുട്ടിയാണ്. അങ്ങനെ ആ കുഞ്ഞിനെയും തള്ളയും അമ്മായിയും വാപ്പയും കൂടെ പോയി അവളെ വിളിച്ചു കൊണ്ടുവന്നു. കാരണം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, എത്രയായാലും സ്വന്തം മോളായി പോയില്ലേ അമ്മായി. അതുകൊണ്ടാണ് അവരങ്ങ് ഏറ്റെടുത്തത്. എങ്കിലും എന്താ, അവർക്ക് തീർത്താ തീരാത്ത നാണക്കേടാണ്. എങ്കിലും സ്വന്തം മോളല്ലേ എന്ന് കരുതിയിട്ട് അവര് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കെ ഇവൻ വീണ്ടും ലീവിന് വന്നു. ഇവൻ നമ്മളെ കല്യാണം ഉറപ്പിച്ച പയ്യൻ ലീവിന് വന്നിട്ട് അമ്മായിയുടെ വീട്ടിൽ പോയി. ഇതിനിടയ്ക്ക് 1-2 ലീവിന് വന്നിട്ട് 1-2 പെണ്ണ് കാണലൊക്കെ നടന്നു. പക്ഷെ കല്യാണം ഒന്നും സെറ്റായില്ല. അങ്ങനെ അമ്മായിയുടെ വീട്ടിൽ ചെന്നിട്ട് ഈ മെഹറുവിനെ കണ്ട്. മെഹറു ആണെങ്കിൽ എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയില് ഒരു കുഞ്ഞുമായിട്ട് ഒരു കതകിന്റെ മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കുകയാണ് ഇവനെ കണ്ടപ്പോൾ. മെഹറുവിന്റെ വാപ്പ തിരിച്ച് ഗൾഫിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. ഈ അമ്മായി എന്ന് പറഞ്ഞാല് ശരിക്കും കണ്ണീരൊഴിഞ്ഞൊരു നേരമില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് സങ്കടത്തിലായിരുന്നു. ഈ മോളുടെ കാര്യം ഓർത്തിട്ട് അത്രയ്ക്ക് സങ്കടത്തിലായിരുന്നു. ഈ മോളെ അവൻ ചതിച്ചതല്ലേ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ എല്ലാവരെയും കണ്ട് ഇവൻ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴേക്കും മെഹറു ഇറങ്ങി വന്നിട്ട് ഇവനോട് പറയേ, ഇക്ക എന്നോടത്ത് ദേഷ്യമൊന്നും തോന്നല്ലേ, എന്നെ ശപിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് പറയുവാണ് അവന്റെ അടുത്ത്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇവൻ ആണെങ്കിൽ തിരിഞ്ഞു നിന്ന് ഇവളെ കുറെ ഉപദേശിക്കണമെന്ന് അവനിക്ക് തോന്നി. പക്ഷെ അവൻ ഒന്നും പറഞ്ഞില്ല. കാരണം നാട്ടുകാരെല്ലാരും ഉപദേശിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവനും കൂടി ഇനി ഉപദേശിക്കണ്ട, ഇനി അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്ന് തോന്നി. അങ്ങനെ ഇവൻ പറഞ്ഞ, എനിക്ക് ദേഷ്യമൊന്നുമില്ല, പിന്നെ അവന്റെ വിവരം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറയാണ്, അവൻ വേറെ കല്യാണം കഴിച്ചു എന്ന്. ശരിക്കും ഇവൻ പറഞ്ഞ, എനിക്ക് ദേഷ്യമൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഇവനിങ്ങ് പോരുന്നു. ഈ പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഒരു ഫേക്ക് സ്നേഹമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന എല്ലാം മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അവസാനിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ ഒരു വിഷമം ഒന്നും കാണാതെ ഇന്നലെ കണ്ടവന്റെ കൂടെ ചാടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതല്ലാതെ എത്രയോ അനുഭവങ്ങളാണ്. ഇങ്ങനെയൊന്നും ആരും പോകാതിരിക്കുക. മാതാപിതാക്കൾ